ഹായ് ഫ്രണ്ട്സ്, സാപ്പിന മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ OTT അപ്ഡേറ്റുകളാണ്. ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്ന അപ്ഡേറ്റുകളും ഇന്ന് റിലീസ് ചെയ്തിരിക്കുന്ന സിനിമകളും ഇന്ന് സർപ്രൈസ് ആയിട്ട് വന്നിരിക്കുന്ന സിനിമകളും പിന്നെ ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം, അതായത് നാളെ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്ന സിനിമകളുമാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ഏതൊക്കെ അപ്ഡേറ്റുകളാണെന്ന് നോക്കാം. നമുക്ക് ആദ്യം തന്നെ നമുക്ക് ഗുരുവായൂർ അമ്പലനടയിൽ നടന്ന സിനിമയുടെ അപ്ഡേറ്റ് നോക്കാം. ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം ഡിസ്നി+ ഹോട്ട്സ്റ്റാറിൽ വരുമെന്ന് പറഞ്ഞൊരു സിനിമയായിരുന്നു ഗുരുവായൂർ അമ്പലനടയിൽ നടന്ന സിനിമ. തിയേറ്ററിൽ വൻ വിജയം നേടിയ സിനിമയാണ്. നമ്മുടെ പൃഥ്വിരാജ്, ബേസിൽ ജോസഫ് എന്നിവർ പ്രധാന വേഷം കൈകാര്യം സിനിമയായിരുന്നു. അപ്പോൾ ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം, അതായത് ജൂൺ മാസം 27-ാം തീയതി ഡിസ്നി+ ഹോട്ട്സ്റ്റാർ വഴി റിലീസ് ചെയ്യുമെന്ന് പറഞ്ഞ സിനിമ സിംപ്ലി സൗത്ത് വഴി ഇപ്പോൾ മുതൽ റിലീസ് ചെയ്തിരിക്കുകയാണ്. ഔട്ട് ഓഫ് ഇന്ത്യക്ക് പുറത്ത് സിംപ്ലി സൗത്ത് വഴി ഇപ്പോൾ മുതൽ അവൈലബിൾ ആണ് ഈ ഒരു സിനിമ. ഇന്ന് രാത്രി തന്നെ, ഇന്ന് ഈവനിങ് ഈ സിനിമ സിംപ്ലി സൗത്തിൽ റിലീസ് ചെയ്തിട്ടുണ്ട്. ഇനി ഡിസ്നി+ ഹോട്ട്സ്റ്റാറിൽ ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം റിലീസ് ചെയ്യുന്നതാണ്. അടുത്തത് സൈലന്റ് നൈറ്റ് എന്ന് പറഞ്ഞൊരു ആക്ഷൻ അഡ്വഞ്ചർ ത്രില്ലർ വിഭാഗത്തിൽപ്പെട്ട സിനിമയുടെ അപ്ഡേറ്റ് ആണ്. ആമസോൺ പ്രൈമിലും ബുക്ക് മൈ ഷോസിലായിട്ട് ഇംഗ്ലീഷ്, തമിഴ്, തെലുങ്ക്, ഹിന്ദി ഭാഷകളായിട്ട് ഈ ഒരു സിനിമ ഇപ്പോൾ മുതൽ അവൈലബിൾ ആണ്. അടുത്തൊരു സീരീസ് ആണ് യൂണിക്കോൺ അക്കാദമി ചാപ്റ്റർ 2 എന്ന് പറഞ്ഞ സീരീസ് ആണ്. ഒരു സയൻസ് ഫിക്ഷൻ, ഫാന്റസി, ആക്ഷൻ, ആനിമേഷൻ, അഡ്വഞ്ചർ വിഭാഗത്തിൽപ്പെടുന്ന സീരീസാണ്. ആനിമേഷൻ സീരീസാണ്. ഇംഗ്ലീഷ് ഭാഷയിൽ ഈ ഒരു സീരീസ് ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം നെറ്റ്ഫ്ലിക്സ് വഴി റിലീസ് ചെയ്യുന്നതാണ്. അടുത്തത് ഒരു ഹൊറർ ഡ്രാമ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇന്തോനേഷ്യൻ മൂവിയാണ്. ദ കോപ്സ് വാഷർ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. നെറ്റ്ഫ്ലിക്സിൽ ഈ ഒരു സിനിമ ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം റിലീസ് ചെയ്യുന്നതാണ്. അടുത്തത് ഒരു ആക്ഷൻ അഡ്വഞ്ചർ സയൻസ് ഫിക്ഷൻ ഫാന്റസി വിഭാഗത്തിൽപ്പെടുന്ന ഒരു സീരീസാണ്. ഒരു ഇംഗ്ലീഷ് സീരീസാണ്. സൂപ്പർ സെൽ എന്നാണ് സീരീസിന്റെ പേര് വരുന്നത്. ഇംഗ്ലീഷ് ഭാഷയിൽ ഈ ഒരു സീരീസ് നെറ്റ്ഫ്ലിക്സ് വഴിയാണ് ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. അടുത്തൊരു കോമഡി വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. ഇംഗ്ലീഷ് സീരീസ് ആണ്. മൈ ലേഡി ജെയിൻ എന്നാണ് സീരീസിന്റെ പേര് വരുന്നത്. ആമസോൺ പ്രൈമിലാണ് ഈ ഒരു സീരീസ് ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം റിലീസ് ചെയ്യുന്നത്. ഇംഗ്ലീഷ് ഭാഷയിൽ മാത്രമേ അവൈലബിൾ ആയിട്ടുണ്ടാവും എന്നാണ് അറിയാൻ കഴിയുന്നത്. ചിലപ്പോൾ മൾട്ടി ലാംഗ്വേജിൽ വരാൻ ചാൻസ് ഉണ്ട്. അടുത്ത റൊമാൻറ്റിക് വിഭാഗത്തിൽപ്പെടുന്ന ഒരു തെലുങ്ക് മൂവിയാണ്. ലവ് മൗലി എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആഹാ തെലുങ്ക് വഴി ഈ സിനിമ ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം റിലീസ് ചെയ്യുന്നതാണ്. അടുത്തത് ഒരു റൊമാൻറ്റിക് ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്നത് ജാപ്പനീസ് മൂവിയാണ്. ഡ്രോയിങ് ക്ലോസർ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. നെറ്റ്ഫ്ലിക്സ് വഴിയാണ് ഈ ഒരു സിനിമ ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. അടുത്തത് ആടുജീവിതം എന്ന് പറഞ്ഞ സിനിമയുടെ അപ്ഡേറ്റ് ആണ്. ആടുജീവിതത്തിന് അപ്ഡേറ്റുകൾ പലരും കമന്റ് ബോക്സിൽ ചോദിക്കാറുണ്ട്. ഈ സിനിമ എന്താണ് OTT റിലീസ് ചെയ്യാത്തുള്ള കാര്യങ്ങളൊക്കെ. 100 ദിവസം കഴിഞ്ഞു ഈ സിനിമ തിയേറ്റർ റിലീസ് ചെയ്തിട്ട്. അപ്പം മെയ് മാസം അവസാനത്തോടു കൂടി ഡിസ്നി+ ഹോട്ട്സ്റ്റാറിൽ വരേണ്ടിയിരുന്ന സിനിമയായിരുന്നു, OTT റിലീസ് ചെയ്യേണ്ട സിനിമയായിരുന്നു ഈ ഒരു സിനിമ എന്നുള്ളതാണ്. പക്ഷേ അന്യ രാജ്യങ്ങളിലൊക്കെ ഫിലിം ഫെസ്റ്റിവൽസിനും അതുപോലെ തന്നെ ഈ ഓസ്കാർ കാറ്റഗറി, അതുപോലെ തന്നെ വേറെ അവാർഡ് ഫംഗ്ഷൻ കാര്യങ്ങളൊക്കെ ആയിട്ട് ഈ സിനിമ പ്രദർശിപ്പിക്കേണ്ടത് കൊണ്ട്, പ്രദർശിപ്പിക്കേണ്ടത് കൊണ്ട് വേറെ ഏതൊരു OTT പ്ലാറ്റ്ഫോമിലും സ്ട്രീം ചെയ്തു കഴിഞ്ഞാൽ അതിലൊന്നും പ്രദർശിപ്പിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് OTT റിലീസ് വൈകുന്നതെന്നാണ് ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ, ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. എന്തായാലും ഈ ഒരു സിനിമ എന്ന് റിലീസ് ചെയ്യുന്നത് പലരും ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കമന്റ് ബോക്സിലൊക്കെ ചോദിക്കുന്നുണ്ട് ആടുജീവിതം എന്താ വരാത്തതുള്ളത്. ആടുജീവിതം വരാൻ ഇനിയും ഒരുപാട് ലേറ്റ് ആവുന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും സാധാരണ ഡിസ്നി+ ഹോട്ട്സ്റ്റാറിൽ 2 മാസം ആണ് ഒരു സിനിമ തിയേറ്റർ റിലീസ് ചെയ്തതിന് ശേഷം 2 മാസത്തിനുള്ളിലായിട്ടാണ്, 2 മാസത്തിന് ശേഷം ഒക്കെയാണ് OTT റിലീസ് ചെയ്യാറുള്ളത് ഡിസ്നി+ ഹോട്ട്സ്റ്റാറിൽ. ഗുരുവായൂർ അമ്പലനടയിൽ 40 ദിവസത്തിനുള്ളിൽ തന്നെ OTT റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഡിസ്നി+ ഹോട്ട്സ്റ്റാറിൽ ഇപ്പോൾ വരുന്നത് ഗുരുവായൂർ അമ്പലനടയിലാണ്. ആടുജീവിതം ഇനിയും ദിവസങ്ങൾ പിടിക്കും. ചിലപ്പോൾ ഈ വർഷം ഉണ്ടാവുമോ എന്നുള്ളത് തന്നെ സംശയമാണ്. ഓക്കെ, അപ്പോൾ അത്രയൊക്കെയാണ് ആടുജീവിതത്തെക്കുറിച്ചുള്ള അപ്ഡേറ്റുകൾ. പലരും കമന്റ് ബോക്സ് ചോദിക്കുന്ന സംഭവമാണ് ആടുജീവിതം. പിന്നെ വേറെ സിനിമകളുടെ അപ്ഡേറ്റുകൾ പലരും കമന്റ് ബോക്സ് ചോദിക്കാറുണ്ട്. ഞാൻ അതൊക്കെ കമന്റ് തന്നെ റിപ്ലൈ കൊടുക്കാറാണ്. എന്താണെന്ന് വെച്ചാൽ ഞാൻ പല വീഡിയോസിലും പറഞ്ഞ കാര്യങ്ങളാണ്. അത് പിന്നെ റിപ്പീറ്റ് ചെയ്യേണ്ടതെന്ന് വിചാരിച്ചിട്ടാണ്. ഈ മലയാള സിനിമകൾ എന്തുകൊണ്ടാണ് OTT റിലീസ് ചെയ്യാതെന്നുള്ള പലരും ചോദിക്കുന്നുണ്ട്. ഈ ബാന്ദ്ര, അതുപോലെ തന്നെ തങ്കമണി, അതുപോലുള്ള സിനിമകളൊക്കെ റിലീസ് ചെയ്യാതെ എന്താണുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അതിനുള്ള റിപ്ലൈസും കാര്യങ്ങളൊക്കെ ഞാൻ ആ ഒരു കമന്റ് തന്നെ റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ വേറെയും കുറേ വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. OTT പ്ലാറ്റ്ഫോമുകൾക്ക് മലയാള സിനിമകൾ വാങ്ങിക്കുന്നത് നഷ്ടത്തിലേക്കാണ് പോകുന്നത്. അതുകൊണ്ടാണ് അവർ പ്രധാനപ്പെട്ട സിനിമകൾ മാത്രം സെയിലാക്കുന്നത്. മറ്റു സിനിമകളൊന്നും OTTയിലേക്ക് അവർ എടുക്കുന്നില്ല എന്നുള്ളതാണ്, നോക്കുന്നത് പോലും ഇല്ല എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും അതുപോലുള്ള സിനിമകളൊക്കെ കാണേണ്ടവർ തിയേറ്ററിൽ തന്നെ പോയി കാണാം. OTT റിലീസ് ചെയ്യാനൊന്നും ചാൻസ് വളരെ 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 കുറവാണ്. വിജയിക്കുന്ന പടങ്ങൾ മാത്രമേ ഇനി OTT റിലീസ് ചെയ്യാൻ ചാൻസ് ഉള്ളൂ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് അണിയറകൾ കേൾക്കുന്നത്. എന്താണുള്ള കൃത്യമായിട്ടുള്ള അപ്ഡേറ്റുകൾ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. എന്തായാലും വരട്ടെ, വരുന്ന സമയത്ത് നിങ്ങൾക്കുള്ളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ അത്രയാണ് ഇന്നത്തെ വീഡിയോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടായിരിക്കും. ഇഷ്ടപ്പെട്ടിരിക്കുക, ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.